ജനസമക്ഷം വച്ചിട്ടാണ് 2024 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവകാശവാദങ്ങളോ പൊള്ളയായ വാഗ്ദാനങ്ങളോ ഇല്ല. കൺമുന്നിൽ കാണാവുന്ന വികസനമാണ് മോദി സർക്കാരിന്റെ മേന്മ. നികുതിയുടെ കാര്യക്ഷമമായ പിരിവും അത് കൃത്യമായി വിതരണം ചെയ്യുന്നതുമാണ് രാഷ്ട്രത്തിന്റെ പ്രവർത്തനത്തിന് ഇന്ധനമാകുന്നത്. മോദി ഭരണത്തിൽ കേരളത്തിന് ലഭിച്ച നികുതി വിഹിതം 1,55,649 കോടി രൂപയാണ്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്തേതിൽ നിന്നും 236% അധികം. 5 വർഷത്തേക്ക് നിശ്ചയിച്ച GST നഷ്ടപരിഹാരം 2024 മാർച്ച് വരെ 1 രൂപ പോലും കുടിശ്ശികയില്ലാതെ പൂർണ്ണമായും വിതരണം ചെയ്തു. കേരളത്തിനു ലഭിച്ചത് 43,297 കോടി രൂപയാണ്. ഇതുകൂടാതെ ഗ്രാൻഡായി ലഭിച്ച തുക 1,43,117 കോടി. UPA ഭരണകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ 458% വളർച്ച. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നില തകരുമെന്ന ഘട്ടം വന്നപ്പോൾ മോദി സർക്കാർ സംസ്ഥാനങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നതിനായി 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിച്ചു. ഇത്തരത്തിൽ കേരളത്തിന് ലഭിച്ചത് 2,224 കോടിയാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാനും അഴിമതി തടയാനും മോദി സർക്കാർ നടപ്പിലാക്കിയ വിപ്ലവകരമായ പദ്ധതിയാണ് ജൻധൻ യോജന. കേരളത്തിൽ മാത്രം 62 ലക്ഷം ജൻധൻ അക്കൗണ്ടുകളാണ് ആരംഭിച്ചത്. ഇതിൽ 58% സ്ത്രീകളുടേതാണ്. കേരളത്തിലെ ആസ്പിറേഷണൽ ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ട വയനാട്ടിൽ 1.8 ലക്ഷം ജൻധൻ അക്കൗണ്ടുകൾ തുറന്നു. 57% ഇതിലെ സ്ത്രീ പങ്കാളിത്തം. 10 ലക്ഷം രൂപ വരെ ഈട് രഹിത വായ്പ നൽകുന്ന മുദ്ര ലോണിലൂടെ കേരളത്തിൽ നിന്നുള്ള 1.5 കോടി ഗുണഭോക്താക്കൾക്കായി 99,892 കോടി രൂപ അനുവദിച്ചു. ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ മാത്രം 2.89 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 2,153 കോടി നൽകി. SC/ST വനിതാ സംരംഭകർക്ക് ഈട് രഹിത വായ്പ നൽകുന്ന സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ കേരളത്തിലെ 8,152 ഗുണഭോക്താക്കൾക്ക് 15,556 കോടി അനുവദിച്ചു. ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ മാത്രം ഇതിന് 349 ഗുണഭോക്താക്കളുണ്ട്. ഇവർക്ക് 55 കോടി ലഭിച്ചു. വഴിയോര കച്ചവടക്കാർക്ക് 50,000 രൂപ വരെ വായ്പ നൽകുന്ന PM സ്വാനിധി പദ്ധതിയിൽ കേരളത്തിൽ നിന്നും 98,000-ലധികം ഗുണഭോക്താക്കളുണ്ട്. വയനാട്ടിൽ നിന്നും 1,592 പേർ. പ്രയോജനം നേടിയതിൽ 60%-ലധികവും സ്ത്രീകളാണ്. വെറും 436 രൂപ വാർഷിക പ്രീമിയത്തിൽ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന PM ജീവൻ ജ്യോതി ബീമ യോജനയിൽ കേരളത്തിൽ നിന്ന് 21.48 ലക്ഷം എൻറോൾമെന്റുകളാണുള്ളത്. ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ നിന്ന് മാത്രം 78,722 എൻറോൾമെന്റുകളുണ്ട്. വെറും 20 രൂപ വാർഷിക പ്രീമിയത്തിൽ അപകട ഇൻഷുറൻസ് നൽകുന്ന PM സുരക്ഷാ ബീമ യോജനയിൽ കേരളത്തിൽ നിന്നും ഏകദേശം 92 ലക്ഷം എൻറോൾമെന്റുകളുണ്ട്. ഇതിൽ 2.75 ലക്ഷം എൻറോൾമെന്റുകൾ വയനാട്ടിൽ നിന്നാണ്. അടൽ പെൻഷൻ യോജനയിൽ കേരളത്തിൽ നിന്നുള്ള 11.46 ലക്ഷം പേർ ചേർന്നിട്ടുണ്ട്. ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ നിന്ന് മാത്രം 28,020 പേർ ഇതിൽ ഉൾപ്പെടുന്നു. PM ആവാസ് യോജനയിലൂടെ മോദി സർക്കാർ എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുന്നു. PM ആവാസ് റൂറൽ പദ്ധതി വഴി കേരളത്തിൽ 35,161 വീടുകൾക്കും PM ആവാസ് അർബൻ പദ്ധതി വഴി 1.66 ലക്ഷം വീടുകൾക്കും അനുമതി ലഭിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ മോദി സർക്കാർ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നു. കേരളത്തിൽ പുതുതായി 28 ലക്ഷം ടാപ്പ് വാട്ടർ കണക്ഷനുകളാണ് നൽകിയത്. 2019 കേരളത്തിൽ 23% ഗ്രാമീണ ഭവനങ്ങളിൽ മാത്രമാണ് ടാപ്പ് വാട്ടർ കണക്ഷനുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ 2023 എത്തുമ്പോൾ 52% ഗ്രാമീണ വീടുകളിലും ടാപ്പിലൂടെ ശുദ്ധജലമെത്തുന്നു. ഇത് വളരെ വലിയ ഒരു നേട്ടമാണ്. ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി വഴി കേരളത്തിൽ 2.79 ലക്ഷം ശൗചാലയങ്ങൾ നിർമ്മിച്ചു. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കേരളത്തിൽ 75 ലക്ഷത്തിലേറെ ഗുണഭോക്താക്കളുണ്ട്. പാവപ്പെട്ടവർക്ക് വളരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന 975 ജൻ ഔഷധി കേന്ദ്രങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. പുകയടുപ്പുകളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് ഉജ്ജ്വല യോജനയിലൂടെ കേരളത്തിലെ 3.85 ലക്ഷം പേർക്ക് സബ്സിഡി നിരക്കിൽ LPG സിലിണ്ടർ നൽകിയിട്ടുണ്ട്. ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ മോദി സർക്കാർ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. കേരളത്തിൽ നിന്നും 1.54 കോടി ജനങ്ങൾ ഇതിന്റെ പ്രയോജനം നേടുന്നു. കർഷകർക്ക് മുൻഗണന നൽകുന്ന മോദി സർക്കാർ കിസാൻ സമ്മാൻ നിധിയിലൂടെ പ്രതിവർഷം 6,000 രൂപ നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുന്നു. കേരളത്തിൽ 25.4 ലക്ഷം ഗുണഭോക്താക്കളാണ് പദ്ധതിക്ക് കീഴിലുള്ളത്.
അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് മോദി ഭരണത്തിൽ കേരളത്തിലുണ്ടായത്. ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, പാലക്കാട്, ഗുരുവായൂർ, തിരുവനന്തപുരം, തൃശൂർ, കൊച്ചി എന്നീ 9 നഗരങ്ങളാണ് അമൃത് പദ്ധതിക്ക് കീഴിൽ അടിമുടി മാറാൻ പോകുന്നത്. കൊച്ചിയും തിരുവനന്തപുരവും സ്മാർട്ട് സിറ്റി മിഷന് കീഴിൽ വികസന വേഗം കൈവരിക്കാൻ പോകുന്നു. 2023 ഡിസംബർ വരെ 1400 കോടിയാണ് ഈ നഗരങ്ങളുടെ വികസനത്തിനായി നൽകിയത്. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് 478 കോടി രൂപ ചെലവിൽ 48 വിവിധ പദ്ധതികളും കൊച്ചിയിൽ 855 കോടി രൂപ ചെലവിൽ 46 പദ്ധതികളും പൂർത്തിയാക്കി. റെയിൽവേ മേഖലയിലെ വികസനത്തിന്റെ നേട്ടം നാം എല്ലാവരും നിത്യേന അനുഭവിക്കുന്നതാണ്. 2024-25 കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതം 2744 കോടിയാണ്. ഇത് മുൻ സർക്കാരിനെ അപേക്ഷിച്ച് 7 ഇരട്ടിയാണ്. 2 വന്ദേ ഭാരത് ട്രെയിനുകളും അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ട 35 സ്റ്റേഷനുകളും 92 ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും 34 ഫുട് ഓവർ ബ്രിഡ്ജുകളും 48 ലിഫ്റ്റുകളുമായി അടിമുടി മാറുകയാണ് കേരളത്തിലെ റെയിൽവേ മേഖല. വ്യോമയാന മേഖലയ്ക്ക് കരുത്തായി കണ്ണൂരിൽ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കി. 11 പുതിയ എയർ റൂട്ടുകളും പ്രവർത്തനക്ഷമമാക്കി. അന്താരാഷ്ട്ര നിലവാരത്തിൽ 1020 കിലോമീറ്റർ ദേശീയപാതയാണ് മോദി സർക്കാർ കേരളത്തിൽ നിർമ്മിച്ചത്. കൂടാതെ ഭാരത് മാല പദ്ധതിക്ക് കീഴിൽ 1126 കിലോമീറ്റർ ദേശീയപാതയും ഒരുങ്ങുന്നു. 78,185 കോടിയാണ് ഇതിന് ചെലവ് കണക്കാക്കുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കുന്ന ISROയുടെ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 1800 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് മോദി സർക്കാർ ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിയ മെട്രോ ട്രെയിൻ സർവീസും വാട്ടർ മെട്രോയും രാജ്യത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. ഇതുകൂടാതെ കൊച്ചി തുറമുഖത്ത് 4000 കോടിയുടെ വികസന പദ്ധതികളാണ് മോദി സർക്കാർ കൊണ്ടുവരുന്നത്. 1800 കോടി ചെലവിൽ പുതിയ ഡ്രൈഡോക്ക്, 970 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷിപ്പ് റിപ്പയർ യാർഡ്, IOCL-ൽ പുതിയ LPG ഇറക്കുമതി ടെർമിനൽ, അന്താരാഷ്ട്ര ക്രൂസ് ടെർമിനൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മത്സ്യബന്ധന മേഖലയ്ക്ക് കൈത്താങ്ങായി 100 കോടിയുടെ വികസന പദ്ധതികളാണ് കൊച്ചി ഫിഷിംഗ് തുറമുഖത്ത് നടപ്പിലാക്കുന്നത്. ഇത് 40,000 മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് ഗുണം ചെയ്യും. ഇതുകൂടാതെ തിരുവനന്തപുരത്ത് ഡിജിറ്റൽ സയൻസ് പാർക്ക്, സ്വദേശ് ദർശൻ പദ്ധതിക്ക് കീഴിൽ 300 കോടിയുടെ തീം ബേസ്ഡ് വികസന പദ്ധതി, 45 കോടി രൂപയ്ക്ക് ഗുരുവായൂർ ക്ഷേത്ര വികസനം തുടങ്ങി നമ്മുടെ പൈതൃകത്തിലൂന്നിയുള്ള ആധുനികവൽക്കരണമാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സമാനതകളില്ലാത്ത വികസനമാണ്. മനുഷ്യ സാധ്യമാണോ എന്ന് പോലും സംശയം തോന്നാവുന്ന വിധമാണ് മോദി സർക്കാർ ഭാരതത്തെ മാറ്റിമറിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ന് അത്ഭുതത്തോടെയാണ് ഭാരതത്തിന്റെ വളർച്ചയെ ഉറ്റുനോക്കുന്നത്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന മന്ത്രത്തെ മുൻനിർത്തി നമുക്കേവർക്കും ഈ വികസന യാത്രയിൽ പങ്കാളികളാകാം.